കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്നും സിംഗപ്പൂര് പോവുകയായിരുന്ന സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു. ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കേട്ട് കാണും. ഇതിൽ ഒരാൾക്ക് മരണം സംഭവിക്കുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു വിമാനം പിന്നീട് വഴി തിരിച്ചു വിടുകയായിരുന്നു ബാങ്കോക്ക് വഴി അത് ബാങ്കോക്കിൽ ഇറക്കുകയായിരുന്നു. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാത്തൊരു ഞെട്ടലാണ് എനിക്ക് ഉണ്ടായത്. കാരണം വിമാനയാത്രകളിൽ ചെറിയ ചെറിയ ചുഴികളിൽ അകപ്പെടാത്തവർ കുറവാകും, അകപ്പെടും. വിമാനം വലിയ രീതിയിൽ കിടന്നുലയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം വിമാനം താഴേക്ക് പതിക്കുമോ എന്നുള്ളൊരു ഭീതി എല്ലാവരും ഉണ്ടാകും ആ ഒരു നിമിഷം, അല്ലെ? പലരുടെ നിലവിളികൾ ഉയരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇത് ചെറിയൊരു ചുഴിയൊന്നും അല്ലായിരുന്നു, വലിയൊരു ചുഴിയിലാണ് വിമാനം അകപ്പെട്ടത്. 36,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന ഒരു വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. ഒരു 5 മിനിറ്റോളം ആ ഒരു വിമാനം താഴേക്ക് വീഴുന്നു എന്ന് തന്നെ പറയാം. 6,000 അടി മുകളിൽ നിന്നുമാണ് പിന്നീട് ഈ വിമാനത്തെ പഴയ നിയന്ത്രണത്തിലേക്ക് എത്തിക്കാൻ തന്നെ സാധിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയം. ഈ എയർ ഹോസ്റ്റസ് എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പുന്ന തിരക്കിലായിരുന്നു. ആ ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അതിനാൽ തന്നെ യാത്രക്കാരടക്കം ആരും ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. സാധാരണ ഇത്തരത്തിലുള്ള ചുഴി മുന്നറിയിപ്പ് ഈ പൈലറ്റുമാർ യാത്രക്കാർക്ക് നൽകാറുണ്ട്. പക്ഷെ ഇതെല്ലാം എല്ലാവരും അവഗണിക്കുകയായിരുന്നു പതിവ്. ഇപ്പൊ ഗതാഗത മാർഗങ്ങളിൽ നമുക്കറിയാം ഏറ്റവും അപകടം കുറവ് സംഭവിക്കുന്നത് മാർഗം ഈ ഒരു വിമാന മാർഗമാണ്. പക്ഷെ ക്രാഷ് ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉണ്ടാകുന്നതും ഈ വിമാനമാർഗം തന്നെയാണ്. ഇപ്പൊ യാത്ര ചെയ്യുന്നവരാരും രക്ഷപ്പെടുക വളരെ ചുരുക്കം ഉള്ള ഒരു കാര്യമാണ്. ഇവിടെ ഇതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. വിമാനം ചുഴിയിൽ അകപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോകുന്ന വഴികളിൽ ധാരാളം ടെർബുലൻസ് ഈ റൂട്ടിലുണ്ട്. ഈ സിവിയർ ആയിട്ടുള്ള ചുഴികളും ഉണ്ട്, ഈ മീഡിയം ചുഴികളെല്ലാം ഉണ്ട്. അങ്ങനെ ധാരാളം ചുഴികൾ ആ റൂട്ടിലുണ്ട്. ഈ ടെർബുലൻസ് അല്ലെങ്കിൽ ഈ ആകാശ ചുഴി എന്ന് പറയുന്നത് വിമാനത്തിന്റെ ചിറകുകൾക്ക് മുകളിലൂടെയുള്ള എയർ ഫ്ലോ അല്ലെങ്കിൽ വായു പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നത് ആണ്. ഇത് വിമാനത്തിന്റെ ബാലൻസ് തെറ്റിക്കുകയും വിമാനം അല്ലെങ്കിൽ ശക്തിയായിട്ട് അടിക്കുകയും ശക്തമായിട്ടുള്ള ഉലച്ചിൽ അനുഭവപ്പെടുകയൊക്കെ ചെയ്യും. വിമാനങ്ങൾ ഒരു യാത്രയിൽ കുറഞ്ഞത് 7ഓളം ചുഴികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാറ്റിന്റെ ദിശയിൽ പെട്ടെന്ന് മാറ്റം സംഭവിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചുഴികൾ ഉണ്ടാകുന്നത്. സാധാരണയായിട്ട് ഈ ഇടിമിന്നൽ അതുപോലെ തന്നെ ജെറ്റ് സ്ട്രീമുകൾ എന്നിവയ്ക്ക് അടുത്താണ് ഇത് സംഭവിക്കാറുള്ളത്. ഇത് ഈ പൈലറ്റുമാരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ദുർഘടം പിടിച്ച ഒന്നാണ് ഇത്തരത്തിലുള്ള ചുഴികളെ മറികടക്കുക എന്നുള്ള കാര്യം. ഇപ്പൊ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഇതിന്റെ തീവ്രത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഭൂമിയുടെ ഉപരിതല താപനില ഉയരുമ്പോൾ ഭൂമിക്ക് മുകളിലുള്ള വായു ചൂടാകുകയും അല്ലെങ്കിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഉയരുമ്പോൾ ചുറ്റും ഈ എയർ പോക്കറ്റുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഈ എയർ ഫ്ലോ ഉണ്ടാകുന്നതും വിമാനത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നതും വിമാനം ആകാശത്തിൽ വെച്ച് തന്നെ ഇളകുകയും ഒക്കെ ചെയ്യുന്നത്. ഓരോ ചുഴികൾക്കും ഓരോ സ്വഭാവവും അതുപോലെ തന്നെ തീവ്രതയും ഉണ്ട് എന്നാണ് പറയുന്നത്. സാധാരണ ഇതിനുള്ള ഒരു പരിശീലനങ്ങളെല്ലാം ഈ പൈലറ്റുമാർക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ ചില ടെർബുലൻസുകളുടെ വ്യാപ്തി അനുസരിച്ച് വിമാനങ്ങൾ പറത്താൻ സാധിക്കാതെ തിരച്ചിറക്കിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത്രയും അപകടം നിറഞ്ഞതാണ് ഈ ആകാശ ചുഴികൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാരണം. പിന്നെയാണ് മറ്റു അപകടങ്ങൾക്ക് കാരണമാകുന്നത് തന്നെ. ഇനി അതല്ല, ഈ പ്രോപ്പർ ആയിട്ടുള്ള പരിശീലനം ലഭിക്കാത്തതും അതുപോലെ ഈ കാറ്റിന്റെ അല്ലെങ്കിൽ വ്യതിചലനവും എല്ലാ അപകടങ്ങൾക്ക് ഒരു കാരണമാകാറുണ്ട്. ഇപ്പൊ 2022 യാത്രക്കാരുടെ സ്പേസ് ജെറ്റ് ബോയിങ് 737-800 വിമാനം ഇതുപോലുള്ള വലിയൊരു ആകാശ ചുഴിയിൽ അകപ്പെട്ടിരുന്നു. അന്നും ഇതുപോലെ യാത്രക്കാരിൽ 2 പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. വിമാനങ്ങൾ പറന്നു ഉയരുന്നതിന് മുൻപും താഴെ ഇറക്കുന്നതിന് മുൻപും മാത്രമാണ് നമ്മൾ ഈ സീറ്റ് ബെൽറ്റുകൾ ധരിക്കാറുള്ളത്. അതിനിടയ്ക്ക് ആരും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുക വളരെ കുറവായിട്ടുള്ള കാര്യമാണ്. ഈ സീറ്റ് ബെൽറ്റുകൾ എപ്പോഴും ബക്കിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള അപ്രതീക്ഷിതമായ അപകടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പരിക്കുകളിൽ നിന്നും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ തടയാൻ കഴിയും എന്നുള്ളതാണ്. വിമാനത്തിലെ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആരും ഇത് വകവെക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് തന്നെ. ഇപ്പൊ ഈ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക, സീറ്റ് ബെൽറ്റ് പ്രോപ്പറായി ഉപയോഗിക്കുക എന്നിവ മാത്രമുള്ളൂ ആകെയുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്. കാരണം ഈ ചുഴികളെ ഇല്ലാതാക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല.
അതിനെ മറികടക്കാൻ ഒരുപക്ഷെ വിദഗ്ധരായിട്ടുള്ള പൈലറ്റുമാർക്ക് ഒരുപക്ഷെ സാധിച്ചേക്കാം. പക്ഷേ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഈ അപകടങ്ങളെ ഇവിടെ തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ.